അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ പയ്യെ ബീച്ചിലേക്ക് ഇറങ്ങി. കട്ടൻ ചായയൊക്കെ ആയിട്ട് സുരേഷ് ബ്രോ കട്ടനൊക്കെ ഇട്ട് നമുക്ക് വെള്ളത്തിരുന്നുകൊണ്ട് കട്ടൻ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ കസേരയും മേശയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കമാണ്, ആരും എഴുന്നേറ്റിട്ടില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രം എഴുന്നേറ്റ്. അപ്പോൾ എഴുന്നേറ്റെന്നാൽ ബീച്ച് വന്നിരിക്കാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണ സീനൊക്കെയാണ്. ഈ തിരയുണ്ടല്ലോ, ഇത് അങ്ങനെ തിരമാലയൊന്നും അവിടെ ഇല്ലാത്തതാണ്. ബോട്ട് അതിലേ പോവും, ഇടയ്ക്ക് ബോട്ട് പാസ് ചെയ്യും. അപ്പം അന്നേരം വരുന്ന വേവ്സാണ്, അതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കാമായിട്ട് കിടക്കുന്ന ഒരു പ്ലേസാണ്. പക്ഷെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയൊരു എന്താ പറയണേ വാട്ടർ ഏരിയ ആണല്ലോ. അപ്പം അവിടെ തിരയൊന്നുമില്ല. വെള്ളം ഇങ്ങനെ കടലിലെ വെള്ളം അകത്തേക്ക് വഴിവെട്ടി കയറ്റിയിട്ടിരിക്കുന്നതാണ്. ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. സാമാണ് ഫോട്ടോഗ്രാഫർ. അപ്പോൾ ആളെന്തൊക്കെയോ പുതിയ രീതിയിലൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഓരോരുത്തരൊക്കെ ആയിട്ട് എഴുന്നേറ്റ് വന്നു തുടങ്ങി, ബീച്ചിലേക്ക് ഇറങ്ങി. പിന്നെ ഉച്ചവരെ എന്താ പറയണേ വെള്ളത്തിൽ തന്നെയായിരുന്നു എല്ലാവരും. നല്ല രസം അവിടെ. സൈഡിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്തോറും ആഴം കൂടും, ബോട്ട് പോകുന്ന വഴിയൊക്കെയാണ്. ബട്ട് ഈ നമ്മുടെ കരയോട് ചേർന്നുള്ള ഭാഗത്ത് ഇതുപോലെ വെള്ളം നമുക്ക് അവിടെ ഇരുന്ന് കളിക്കാം, ചാടി മറിയാം, നീന്തി കളിക്കാം ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധം നീന്തൽ അറിയാത്ത ആൾക്കാരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. നീന്തൽ അറിയില്ലെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് അപകടമൊന്നും ഉണ്ടാകുന്നൊരു ഏരിയ അല്ല. അപ്പം അങ്ങനെ നല്ല വെയിലായിരുന്നു, വെള്ളത്തിന് നല്ല തണുപ്പുമായിരുന്നു. ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ കിടന്നു. ഇത് ഞങ്ങളുടെ റിൻസ് മോൻ ഒരു അഭ്യാസിയാണ്. അപ്പോൾ ആളുടെ വക ചെറിയൊരു അഭ്യാസം. അപ്പോൾ ഇത് കിടക്കാൻ കാണുമ്പോൾ നമുക്കും കിടക്കാനൊക്കെ തോന്നും, പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ പറ്റുന്നൊരു സംഭവമല്ല. ഇത് ഞങ്ങളുടെ റോസും ജാക്കും വെള്ളത്തിൽ കളിക്കുക. പിടിവിട്ട് താഴോട്ട് പോയേനെ, പിന്നെ പോയില്ല. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ലൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഉച്ചവരെ വെള്ളത്തിൽ തന്നെയായിരുന്നു.